വെൽക്കം ടു മൈ ചാനൽ. ഈസി ലേൺ ഷോർട്ട് ഹാൻഡിൻ്റെ 4 ക്ലാസ്സുകൾ ഞാൻ ഇട്ടിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ് കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. ഇതുവരെ ഞാൻ എടുത്തത് സർ ഐസക് പിറ്റ്മാൻ ഷോർട്ട് ഹാൻഡിൻ്റെ സ്ട്രോക്കുകൾ എത്രയാണ്, ആ സ്ട്രോക്കുകൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടുന്നത്, ജോയിൻ സ്ട്രോക്കുകൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ജോയിൻ സ്ട്രോക്ക് ഫസ്റ്റ് 26 സ്ട്രോക്കുകൾ, ജോയിൻ സ്ട്രോക്കുകൾ ഒരു സ്ട്രോക്കിൻ്റെ എൻഡും സെക്കൻഡ് സ്ട്രോക്കിൻ്റെ ബിഗിനിങ്ങും കൂടെ ചേർത്താണ് നമ്മൾ എഴുതുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേഴ്സിലേക്ക് എത്തി. വേഴ്സ് എഴുതുമ്പോൾ അതിൻ്റെ പൊസിഷൻ, അതായത് വവ്വലിൽ ഇടുന്നത് എങ്ങനെയാണ്, വവ്വലിൻ്റെ സ്ട്രോക്കിന് മുൻപുള്ള ഭാഗം ബിഫോറിൽ, അതായത് ആദ്യം നമ്മൾ വേർഡാണ് വവ്വലാണ് കേൾക്കുന്നതെങ്കിൽ അത് ബിഫോറിലിടണം. സ്ട്രോക്കിന് ശേഷമാണ് വവ്വല് കേൾക്കുന്നതെങ്കിൽ അത് ആഫ്റ്ററിലിടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴൊരു വാക്ക് എഴുതുമ്പോൾ ആ വേർഡിൻ്റെ ഫസ്റ്റ് കേൾക്കുന്ന വവ്വൽ, ഫസ്റ്റ് പ്ലേസ് വവ്വലെങ്കിൽ അതിനെ ആ സ്ട്രോക്ക് നമ്മൾ, അതായത് ആ വേർഡ് നമ്മൾ എബവ് ദി ലൈൻ എഴുതും. ഫോർ എക്സാമ്പിൾ, പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിലെ ആ വവ്വല്, അടച്ച ഡാഷ് വവ്വല്, അത് നമ്മൾ എബവ് ദി ലൈൻ ഇട്ടു. പോൾ. എന്നാൽ ഒരു സ്ട്രോക്കിൻ്റെ സെക്കൻഡ് വവ്വൽ ചേർത്തുകൊണ്ടാണ് ആ ഒരു വേർഡിൻ്റെ സ്ട്രോക്ക് വവ്വൽ ആദ്യം കേൾക്കുന്നതെങ്കിൽ, സെക്കൻഡ് വവ്വലിൻ്റെ വേർഡാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓൺ ദ ലൈൻ എഴുതും. ഫോർ എക്സാമ്പിൾ, ഡോം. ഡോം. ഇനി തേർഡ് പ്ലേസ് വവ്വലാണ് കേൾക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ത്രൂ ദ ലൈൻ എഴുതി. ഫോർ എക്സാമ്പിൾ, ചീപ്പ്. ചീപ്പ്. ഇനി ഫസ്റ്റ് പ്ലേസ് വവ്വൽ ഉള്ള വേർഡാണെന്നുണ്ടെങ്കിൽ എബോവ് ദി ലൈൻ എഴുതി. സെക്കൻഡ് പ്ലേസ് വവ്വലുള്ള വേർഡാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ലൈൻ. തേർഡ് പ്ലേസ് വവ്വൽ, അതായത് ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ, ബാക്കിയുള്ള സ്ട്രോക്കൊന്നും നമ്മൾ അതിനെ നോക്കാറില്ല. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത്, ഒരു തേർഡ് പ്ലേസ് വവ്വലുള്ള സ്ട്രോക്കാണ് ഒരു വേർഡിൻ്റെ ആദ്യം കേൾക്കുന്നതെങ്കിൽ ആ വേർഡിനെ നമ്മൾ ത്രൂ ദ ലൈൻ എഴുതും. ഒപ്പം അതിൻ്റെ വവ്വലിടുന്നത് ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ വവ്വൽ തേർഡ് പ്ലേസിൽ, സെക്കൻഡ് സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിലിടും. ഫോർ എക്സാമ്പിൾ, പി ലോ. പി ലോ അങ്ങനെ എഴുതും. ഇതൊക്കെയാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിൽ വരുന്ന വവ്വല് സെക്കൻഡ് സ്ട്രോക്കിൻ്റെ ബിഫോർ തേർഡ് പ്ലേസിൽ എഴുതും. ഫോർ എക്സാമ്പിൾ, അടുത്ത ഒരെണ്ണം കൂടെ പറയാം. ലുക്ക്. എല്ലും കെയും കൂടെ. ലുക്ക്. ഷിപ്പ്. ഷിപ്പ്. ഇഷിൻ്റെ ഈ വവ്വല് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിയുടെ ബിഫോർ ആഫ്റ്റർ ഫസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നും. അതുകൊണ്ട് പിയുടെ ബിഫോർ തേർഡ് പ്ലേസിലിട്ടു. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോഴിനി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പിന്നെ നമുക്ക് ഫസ്റ്റ് കേൾക്കുന്ന ഒരു വേർഡിൻ്റെ ഫസ്റ്റ് കേൾക്കുന്ന വവ്വലാണ് നമ്മൾ വവ്വലിനെ ആസ്പദമാക്കിയിട്ടാണ് ആ സ്ട്രോക്ക് എഴുതുന്നത്. എബോവ് ദി ലൈൻ. സെക്കൻഡ് വവ്വലോട് കൂടിയ വേർഡാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺ ദ ലൈൻ. തേർഡ് പ്ലേസ് വവ്വലോട് കൂടിയതാണെങ്കിൽ ത്രൂ ദ ലൈൻ. പിന്നെ ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിൽ വരുന്നത് സെക്കൻഡ് സ്ട്രോക്കിൻ്റെ ബിഫോർ തേർഡ് പ്ലേസിലിടും. ഇത്രയാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. അതുപോലെ വവ്വൽസ് ആ, എ, ഇ, അതിൻ്റെ ഷോർട്ട് ആ, എ, ഇ. പിന്നെ ഓ, 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 ഡാഷ് വവ്വൽ. ഇങ്ങനെ 6 6 12 വവ്വൽസാണ് നമ്മൾ പഠിച്ചത്. ഇത്
ഇനി അടുത്തത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരു വേർഡ് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ആ വേർഡിനെ നമുക്ക് എഴുതാൻ സാധിക്കും, അതാണ് ഇമ്പോർട്ടൻ്റ്. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഷോർട്ട് ഹാൻഡ് എഴുതി എത്താൻ പറ്റത്തുള്ളൂ. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് കുറേ വേർഡ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് തുല്യ അകലത്തിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പഠിച്ച നിങ്ങൾക്ക് എത്ര സ്പീഡിൽ എഴുതണം അതേ അറേഞ്ച്മെൻറ്റിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ശ്രദ്ധിച്ച് എഴുതി പഠിക്കുക. നന്നായിട്ട് തറവായെങ്കിൽ മാത്രമേ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ വേർഡ് പ്രാക്ടീസിന് വേണ്ടി ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ പെൻസിൽ വെച്ച് എഴുതുക. ഷോർട്ട് ഹാൻഡ് പെൻസിൽ വെച്ചാണ് എഴുതേണ്ടത്, എങ്കിലേ തിക്കും ഹെവിയും നമുക്ക് പറ്റത്തുള്ളൂ. പെന്ന് വെച്ച് ഷോർട്ട് ഹാൻഡ് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ വേർഡുകൾ പറയട്ടെ. പോൾ, പോളി, ടോൾ, ഡോളി, ബോട്ട്, ബോഡി, കോൾ, കൊൾ, റോട്ട്, റൊട്ട്, ഡോം, ഡൊം, കീട്, കിഡ്, കിഡി, ലീക്ക്, ലിക്ക്, കിൽ, ഫെയ്ഡ്, ഫെഡ്, ലെയ്ഡ്, ലെഡ്, റെയ്ഡ്, റെഡ്, പീൽ, പിൽ, പിലോ, പിലോഡ്, ബുള്ളി, ബുള്ളീഡ്, ഹീഡ്, ഹിഡ്, ഹുഡ്, ചീപ്പ്, ചിപ്പ്, റീപ്പ്. ഇത്രയും വേർഡുകൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്പീഡിന് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ച ഇത്രയും ഭാഗം നിങ്ങൾക്ക് തറവായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴേ ഇതുപോലെ ഈ പറഞ്ഞ വേർഡുകളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞത് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും പറഞ്ഞ സ്പീഡിന് ഈ പറഞ്ഞ അതേ സ്പീഡിന് നിങ്ങൾ എഴുതി വരണം. എഴുതി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് തറവാവുള്ളൂ. നമുക്ക് ഏതൊരു സ്ട്രോക്ക് എപ്പം കേട്ടാലും പെട്ടെന്ന് എഴുതാൻ സാധിക്കണം. അപ്പോഴും നമ്മളത് ഇപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്കൊരു വവ്വൽ കേട്ട് ഫസ്റ്റ് പ്ലേസിലെ ഡാഷ് വവ്വലാണ് കേട്ടത്. അത് ലോങ് ആണോ ഷോർട്ടാണോ പെട്ടെന്ന് നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ 2-3 വർക്കാണ് ഒരു സമയത്ത് ഷോർട്ട് ഹാൻഡിൽ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. ഒന്ന് നമ്മളത് കേൾക്കുന്ന പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഷോർട്ട് ഹാൻഡ് ആക്കുന്നു. പിന്നെ അതിനെ നമ്മൾ ഇതിൽ എഴുതുന്നു. ലോങ് ഹാൻഡ് ആയിട്ടാണെങ്കിൽ ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതുന്നു. അപ്പോഴും പെട്ടെന്ന് 2-3 വർക്ക് നമ്മുടെ തല പെട്ടെന്ന് ചെയ്യണം. നമ്മുടെ ബ്രെയിൻ അത്രയും വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് ഹാൻഡ് പഠിച്ചെടുക്കാൻ നോക്കൂ. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ വെച്ചാൽ ഈസിയാണ്. ഈസി ലേൺ ഷോർട്ട് ഹാൻഡാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോക്ക് വവ്വല് കേട്ടാൽ, ഒരു വേർഡ് കേട്ടാൽ അതിൻ്റെ വവ്വല് ഫസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ എബോ ദി ലൈൻ എഴുതണം, പെട്ടെന്ന് ഓർക്കുക. പിന്നെ സെക്കൻഡ് പ്ലേസ് ആണെങ്കിൽ അത് ഓൺ ദ ലൈൻ എഴുതണം. തേർഡ് പ്ലേസ് ആണെങ്കിൽ ത്രൂ ദ ലൈൻ എഴുതണം. നെക്സ്റ്റ് വവ്വലിനെ, അതായത് ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ വവ്വലിനെ ബിഫോർ തേർഡ് പ്ലേസിൽ നമ്മൾ ഇടണം. പിന്നെ അപ്പ് സ്ട്രോക്ക് ആണെങ്കിൽ താഴെ വരയിൻ്റെ താഴെ നിന്ന് തുടങ്ങണം, എങ്കിലേ ത്രൂ ദ ലൈൻ വരൂ. അതുപോലെ ഡൗൺ സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് എഴുതി വരയിൽ കട്ട് ചെയ്ത് താഴെ ചെല്ലണം. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യാൻ ഒരു ദിവസം അരമണിക്കൂർ പഠിച്ചാൽ മാത്രം മതി. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.